ഷഷ്ടിപൂർത്തിയുടെ നിറവിൽ നെയ്യാറ്റിങ്കര ഗേൾസ് 81-ാം ബാച്ചിലെ സ്നേഹസംഗമം നടന്നു. കാലങ്ങൾക്കിപ്പുറം നെയ്യാറ്റിങ്കര ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1981 SSLC ബാച്ചിലെ വിദ്യാർത്ഥിനികൾ വീണ്ടും ഒത്തുചേർന്നു. ബാലരാമപുരം കൽപ്പടിയിൽ വെച്ച് നടന്ന ഈ സംഗമത്തിന് ബാലരാമപുരം പഞ്ചായത്ത് പ്രസിഡന്റ് KP ഷീല നേതൃത്വം നൽകി. A മുതൽ F വരെയുള്ള ക്ലാസുകളിൽ നിന്നായി ഏകദേശം 56ഓളം പേർ ഇപ്പോൾ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ സജീവമാണ്. ഇതിൽ കൂടുതൽ പേരും ജോലിയിൽ നിന്ന് വിരമിച്ചവരുമാണ്. എല്ലാ വർഷവും 1-2 തവണ ഒത്തുചേരാറുള്ള ഇവർ ഇത്തവണ തങ്ങളുടെ 60-ാം വയസ്സിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി ഷഷ്ടിപൂർത്തി ആഘോഷമാക്കാനാണ് തീരുമാനിച്ചത്. സ്കൂൾ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന നീല ബ്ലൗസും വെള്ളസാരിയും അണിഞ്ഞ് ഒരുപോലെ എത്തിയവർ പഴയ സ്കൂൾ കുട്ടികളായി മാറുകയായിരുന്നു. കേക്ക് മുറിച്ചും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചും അവർ തങ്ങളുടെ ഒത്തുചേരൽ ആഘോഷമാക്കി. തങ്ങളെ അക്ഷരമുറ്റത്ത് കൈപിടിച്ച് നടത്തിയ അധ്യാപകരെ കാണാനുള്ള അതിയായ ആഗ്രഹം ഇവർ പങ്കുവയ്ക്കുകയും ചെയ്തു. 1981 നെയ്യാറ്റിൻകര ഗേൾസ് ഹൈസ്കൂളിൽ പഠിച്ച് പിരിഞ്ഞുപോയ കൂട്ടുകാരികളാണ് ഇന്ന് ഒത്തുചേർന്ന് 60-ാം വയസ്സ് ഇന്ന് ഇവിടെ നമ്മൾ ആഘോഷിക്കുന്നത്. ഈ പരിപാടി നമ്മളെല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ പരിപാടി ഏറ്റെടുത്തത്. ഒരിക്കൽ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ നമ്മളുടെ സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു. അത് ഏറ്റവും വളരെ വലിയ ഒരു സന്തോഷം തന്നെയാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു 60 വയസ്സ് ഒരുമിച്ച് ആഘോഷിക്കുവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. കുറച്ച് പേർക്ക് ഇന്ന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. ഇവിടെ നമ്മുടെ ലക്ഷ്മിപിള്ള തങ്കച്ചി ഞങ്ങളുടെ സ്കൂളിലെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറിൻ്റെ മകളാണ്. അപ്പോൾ ആ ടീച്ചറിനെയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പരിപാടി സംഘടിപ്പിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ടീച്ചർ ഇന്ന് നമ്മെ വിട്ട് പിരിഞ്ഞു പോയി. അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ ഗ്രൂപ്പിനെ തുടക്കം കുറിച്ചതും. ഇന്ന് വളരെ 5 വർഷമായി നമ്മളിത് തുടർന്നു പോവുകയാണ്. വർഷം തോറും നമ്മൾ ഒരുമിച്ച് കൂടാറുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ യാത്രകൾ സംഘടിപ്പിക്കാറുണ്ട്. ഇനിയുള്ള കാലം നമ്മൾ ഒരുമിച്ച് കൂടി ഓരോരുത്തരായിട്ട് ഇങ്ങനെ പിരിഞ്ഞ് പോകുന്ന ആ ഒരു കാലം വരുന്നത് വരെ ഞങ്ങൾ ഒരുമിച്ച് കൂടുവാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ബാലരാമപുരം പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും കൂടെയാണ്. ഒരു പക്ഷേ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും ഒരു കൂട്ടുകാരെ അല്ലെങ്കിൽ ഒരു സ്നേഹിതനെ അതിൽ നിന്നും എനിക്ക് എൻ്റെ 10-26 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ എൻ്റെ കൂട്ടുകാരികളെന്ന് പറയുന്നത് അന്നും ഇന്നും എന്നോടൊപ്പം സുഖത്തിലും ദുഃഖത്തിലും അവർ എന്നോട് പങ്കുചേർന്നുകൊണ്ട് എല്ലാ കാര്യത്തിലും എന്നെ സഹായിക്കുന്ന എൻ്റെ കൂട്ടുകാരികളാണ്. അവരോടൊപ്പം ജീവിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് ഞാൻ കണക്കാക്കും. അന്ന് A മുതൽ F വരെയുള്ള ക്ലാസ്സുകളിൽ ഒരു 56ഓളം പേര് ഇന്നൊരു വാട്സപ്പ് കൂട്ടായ്മയിലുണ്ട്. നമ്മൾ എല്ലാ വർഷവും ഒരു 1-2 പ്രാവശ്യം യാത്രകൾ സംഘടിപ്പിക്കുകയും ഇത്തരം കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അതിൽ മിക്കവാറും കുട്ടികളൊക്കെ പങ്കെടുക്കാറുമുണ്ട്. പക്ഷേ ചില അത്യാവശ്യ സൗകര്യങ്ങൾ അസൗകര്യങ്ങളുള്ള ആൾക്കാർ മാത്രമാണ് പങ്കെടുക്കാത്തത്. അപ്പോൾ ഇപ്പോഴും നമുക്ക് എല്ലാവരും 60ലേക്ക് എത്തി നിൽക്കുന്നു. നമ്മളെല്ലാവരും ചേർന്ന് ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഷഷ്ടിപൂർത്തി ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ നമ്മളെല്ലാവരും ഒരുപോലെ ഒരു സ്കൂൾ കുട്ടികളെ പോലെ യൂണിഫോമൊക്കെ എടുത്തു. അങ്ങനെ ആ യൂണിഫോമൊക്കെ ഇട്ടുകൊണ്ട് എല്ലാവരും ഇന്ന് കലാപരിപാടികൾ അവതരിപ്പിക്കാനും അതുപോലെ തന്നെ ഒന്നിച്ച് കേക്ക് മുറിക്കാനും ഒക്കെ ആയിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും അധ്യാപകരെ കൂടെ കൂട്ടണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാം 1-2 ജീവിച്ചിരിക്കുന്നവർ വാർദ്ധക്യത്തിൻ്റെ സ്റ്റേജുകളിലായി അവർക്കൊക്കെ വരാനുള്ള ഒരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് അവരെ ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്താത്തത്. എനിക്ക് നല്ല ഇഷ്ടമുണ്ടായിരുന്നു ആ ഒരു പരിപാടി കൂടെ ചെയ്യണമെന്ന്. ഇനി എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ പേർക്കെങ്കിലും ഒത്തുചേർന്നുകൊണ്ട് ഇത്തരം അധ്യാപകരെ കണ്ടെത്തുകയും അവരെ ഒന്ന് പോയി കണ്ടാൽ കൊള്ളാം എന്നുള്ള ഒരു പരിപാടി കൂടെ നമുക്ക് സംഘടിപ്പിച്ചാലോ എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. 81 SSLC കഴിഞ്ഞതിന് ശേഷം പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട് പലരും പല സ്ഥലത്തേക്ക് പിരിഞ്ഞെങ്കിലും പിന്നെ എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞ കുടുംബപരമായിട്ട് ഞാൻ കന്യാകുമാരി ജില്ലയിൽ കുഴിത്തറ എന്ന സ്ഥലത്താണ് താമസം. പക്ഷേ എന്നാലും നമ്മുടെ നമ്മുടെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ആ ഒരു ഇണക്കവും പിണക്കവും ഒക്കെ അനുഭവിച്ചിരുന്ന ആ ഒരു കൂട്ടായ്മ ഉണ്ടെന്ന് 2022 നമ്മൾ ഒത്തുചേർന്നത്. അതിനു ശേഷം എല്ലാ വർഷവും എവിടെയായിരുന്നാലും ഞാൻ എൻ്റെ സൗഹൃദം പുതുക്കാൻ വേണ്ടി ഞാൻ ഓടിയെത്താറുണ്ട്. നമുക്കൊരു സഹോദരങ്ങളെ പോലെ ഒരു കുടുംബം പോലെ നമ്മൾ കഴിയുകയാണ്. 1981 കാലഘട്ടത്തിൽ പച്ച പാവാടയും വെള്ള ഷർട്ടും ഇട്ട് നടന്ന സൗഹൃദങ്ങളെ ഒരുമിച്ച് ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഷഷ്ടിപൂർത്തി അല്ലെങ്കിൽ 60 വയസ്സ് ആഘോഷിച്ചതുപോലെ 70 വയസ്സ് നമുക്കിതുപോലെ ആഘോഷിക്കണം. ആദ്യം 70 വയസ്സ് ആഘോഷിക്കണമെന്നാണ് ആഗ്രഹം. 70 കഴിഞ്ഞതിന് ശേഷമല്ലേ 80-90 വരുള്ളൂ. ആദ്യം 70 വയസ്സ്
നെക്സ്റ്റ് 70 വയസ്സ് എല്ലാവർക്കും ഇതുപോലെ യൂണിഫോം സാരി ഉടുത്തുകൊണ്ട് നമുക്ക് ആഘോഷിക്കണം. ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. എല്ലാ ഫംഗ്ഷനും വരാറുണ്ട്. ഇപ്പോൾ ഇതുവരെ ഈശ്വരൻ അനുഗ്രഹിച്ച് ഞങ്ങൾക്കിവിടെ വരാൻ സാധിച്ചു. അതുപോലെയുള്ള കൂട്ടായ്മ 100 വയസ്സ് വരെ പോട്ടെ എന്ന് ഞാൻ ദൈവത്തോട് അനുഗ്രഹം ചോദിക്കുന്നു. ഞാൻ ദീർഘകാലമായിട്ട് ഗൾഫിലായിരുന്നു. അതുകൊണ്ട് ആരെയും എനിക്ക് കാണാനോ ഒന്നും സാധിച്ചില്ല. ആദ്യമായിട്ട് ഒരു പ്രാവശ്യം ഞാൻ ഓണത്തിന് നാട്ടിൽ വരുന്ന സമയത്തായിരുന്നു ഈ കൂട്ടായ്മയെക്കുറിച്ച് അറിഞ്ഞത്. അപ്രാവശ്യമുള്ള ഓണാഘോഷത്തിൽ എനിക്ക് വരാനും സാധിച്ചു. അതുമുതൽ ഇന്ന് വരെ ഈ എല്ലാ വർഷവും ഈ കൂട്ടായ്മകളിൽ വരാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതിന് ദൈവം സഹായിച്ചു. ഇനിയും ഉള്ള എല്ലാ കൂട്ടായ്മകളിലും വരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗൾഫിലെ അബുദാബിയിലാണ് ഞാൻ. ഇവിടെ ഈ സ്കൂൾ ഗ്രൂപ്പിൽ വന്ന് ചേർന്ന് സഹകരിക്കാനായിട്ട് സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷം. എല്ലാവരെയും ഒന്നിച്ച് കാണാൻ പറ്റി. ഏത് പ്രോഗ്രാം ഉണ്ടെങ്കിലും എൻ്റെ കഴിവനുസരിച്ച് ഞാൻ ഓടിയെത്താറുണ്ട്. ഒരു ടൂറാണെങ്കിലും ഇതുപോലുള്ള ഫങ്ഷനാണെങ്കിലും എനിക്ക് സമയം കണ്ടതുപോലെ ഞാൻ ഓടിയെത്താറുണ്ട്. അതുപോലെ ഇനിയും എല്ലാ ഫങ്ഷനായിരുന്നാലും ടൂറായിരുന്നാലും എല്ലായിടത്തും എത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം. വാർദ്ധക്യം മൂലം വരാൻ സാധിക്കാത്ത അധ്യാപകരെ നേരിൽ പോയി കാണാനുള്ള പദ്ധതികളും കൂട്ടായ്മ ആസൂത്രണം ചെയ്യുന്നുണ്ട്. സ്നേഹവിരുന്നിനു ശേഷം വരും വർഷങ്ങളിൽ കൂടുതൽ സജീവമായി ഒത്തുചേരാമെന്ന പ്രതീക്ഷയോടെയാണ് ഇവർ പിരിഞ്ഞതും. GTV ന്യൂസ്, ബാലരാമപുരം. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ളപ്പുടവ, കുളിക്കാൻ പനിനീ ചോല, കൂന്തൽ മീനുക്കാൻ ഞാറ്റുവേല, കൂന്തൽ മീനുക്കാൻ ഞാറ്റുവേല. പൂവിനും മലയാളി പെണ്ണിനും കൊടുക്കാൻ വെള്ള പുടവ, കുളിക്കാൻ പനിനീർ ചോല, കൂന്തൽ മീനുക്കാൻ ഞാറ്റുവേല, കൂന്തൽ മീനുക്കാൻ